ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് അതിനുള്ള അവസരം കിട്ടി. വേറൊന്നുമല്ല, എൻ്റെ ഫാമിലിയുടെ കുറച്ച് കാര്യങ്ങൾ. ഞാൻ 2013 ഒരു വിവാഹം ചെയ്തു. അത് പക്ഷേ സക്സസ് ആയില്ല. കുറച്ച് നാൾ എൻ്റെ ആദ്യത്തെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു. അത് പലവിധമായ കാരണങ്ങളാൽ പിന്നെ വീട്ടിൽ ഞാനും അവളും തമ്മിൽ ഒരുപാട് സംസാരങ്ങളൊക്കെ ഉണ്ടായി. വേറൊന്നുമല്ല, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. ആദ്യത്തെ വിഷയം അത് എൻ്റെ കഴിവുകേട് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അവൾ എന്നെ ഒരുപാട് മോശമായിട്ടൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ അതിനെ നാട്ടുകാർ മുതലെടുത്തു. അതായത് ചുറ്റുപാടുള്ളവരൊക്കെ അത് വേറെ രീതിയിലാക്കി. എനിക്ക് വേറെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ അതിനെ അവർ ചിത്രീകരിച്ച് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എനിക്ക് യഥാർത്ഥത്തിൽ എനിക്ക് ആവാത്തത് കൊണ്ടാണ് എൻ്റെ ആദ്യത്തെ വൈഫ് എന്നിൽ നിന്ന് വിട്ടു പോയത്. അത് ഞാൻ കാരക്കുളം മെഡിക്കൽ കോളേജിൽ അവളും ഞാനും ചികിത്സയ്ക്ക് പോയി. അപ്പോൾ അവൾക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അവൾക്ക് അത് കുഞ്ഞുങ്ങളുണ്ടാവാൻ വളരെ പ്രയാസമാണ്. അതിനുള്ള ചികിത്സയെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഞാനും ചെയ്തു. ടെസ്റ്റെല്ലാം മാക്സിമം ചെയ്യേണ്ട ടെസ്റ്റുകളെല്ലാം ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കൗണ്ട് നോക്കി, എല്ലാ കാര്യങ്ങളും നോക്കി. അപ്പോൾ എനിക്ക് വേറെ വിഷയങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് ഡോക്ടർമാർ നോക്കിയിട്ടും ഒരു വിഷയങ്ങളുമില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അവളുടെ എല്ലാ വിഷയങ്ങളും മറച്ചു വെച്ചിട്ട് പ്രോബ്ലങ്ങളെല്ലാം കുഞ്ഞുങ്ങളുണ്ടാവാത്ത എല്ലാ വിഷയങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് എന്നിൽ പഴിചാരി എന്നെ ഒരുമാതിരി ഇതാക്കി. അവൾ എന്നും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വീട്ടിലെന്നും പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതിനെ നാട്ടുകാർ വേറെ രീതിയിൽ അതിനെ എടുത്തു. അതായത് എനിക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഇരിക്കെ ഡിവോഴ്സായി. അവളുടെ ജോലി നോക്കി അവൾ പോയി. ഞാനും കുറച്ച് ദിവസം വിവാഹങ്ങളൊന്നും വേണ്ട, ഇനി ആരുമായിട്ടുള്ള ഒരിതും വേണ്ട എന്നുള്ളതിൽ ഞാനും പോയി. പിന്നെ ഞാനും ചിന്തിച്ചു, ഭാവിയിൽ എനിക്കും ആരും ഇല്ലെങ്കിൽ ഒറ്റപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാനും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും ഒരു വിവാഹം ആലോചിച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇതുവരെയും സന്തോഷത്തോടെയാണ് കഴിഞ്ഞു പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് വീണ്ടും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയാണ്. അതായത് ഞാനിപ്പോൾ ഒരു ഓട്ടോറിക്ഷയും സ്കൂൾ വാനും ഓടിച്ചാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ച് കൊണ്ടുപോകുമ്പോൾ പലരും എൻ്റെ വാഹനത്തിൽ കയറും, പല സ്വഭാവക്കാരും കയറും, അങ്ങനെ പല പെൺപിള്ളേരും കയറും, ആണുങ്ങളും കയറും, പല ഫാമിലിയിൽപ്പെട്ട ആൾക്കാരും കയറും. അപ്പോൾ ചിലർ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആരൊക്കെ കൊണ്ട് കറങ്ങാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ളൊക്കെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ട് എൻ്റെ ഇപ്പോഴുള്ള വൈഫിനോട് കള്ളത്തനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്, ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് ആദ്യത്തെ വൈഫിനെ ഓടിച്ചു വിട്ടത് എന്നൊക്കെ അതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ നാട്ടുകാരും ഈ ചുറ്റുപാടുള്ളവരൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണേ? അവർക്ക് എന്ത് നേടാൻ വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് ഇത്? എന്തിനു വേണ്ടിയാണ് ഇത്? ഒരു സന്തോഷം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. പിന്നെ ഞാൻ വാസ്തവത്തിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഓട്ടോറിക്ഷ ഓടുന്നു, മാന്യമായ രീതിയിൽ ഓട്ടോറിക്ഷ ഓടുന്നു, എൻ്റെ ജോലി നോക്കുന്നു, അവരും അതിനുള്ള പൈസ തരുന്നു, ഞാൻ ഇഞ്ഞ് വരുന്നു. അല്ലാതെ അതിനപ്പുറം വേറൊരു ഇതുമില്ല. ഈ കള്ളങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്ത് നേടാൻ വേണ്ടിയാണ്?
എന്തിനു വേണ്ടിയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കി വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കണേ കുടുംബത്തിൽ? അത് 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 ആരായാലും അത് പാടില്ല. ഞാൻ ആരുടെ കുടുംബത്തിലും കയറി ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഞാൻ പോണില്ല. അതുപോലെ തന്നെ ബന്ധുക്കൾ ചിലരും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. പേരെടുത്ത് ഞാൻ പറയുന്നില്ല ആരായാലും. ചിലരൊക്കെ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. എന്തിനു വേണ്ടിയത്? അവർക്ക് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? അവർക്കിതിൽ നിന്ന് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് ഇതിലെന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയാണോ? ഇതെല്ലാം എൻ്റെ വൈഫ് പറയുന്നുണ്ട്. അവളോട് പറയുന്ന ആൾക്കാർ പറയും ഇങ്ങനെ, നിൻ്റെ അമ്മയും നിൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ഇങ്ങനെ ആദ്യത്തെ ഭാര്യ ഓടിച്ചു വിട്ടത്. പക്ഷെ അവളതൊന്നും വിശ്വസിക്കുന്നില്ല. എന്നാലും എൻ്റെ കൂടെ വന്ന് പറയും. എന്തിനു വേണ്ടി ഇത് പറയുന്നു? എന്തിനു ആവശ്യമില്ലാതെ ഇതൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നത്? ഞാൻ അങ്ങനത്തെ രീതിയിൽ ഞാൻ പോകുന്നില്ല. ഞാൻ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം. ഞാൻ ഇത് കുറേ നാൾ കൊണ്ട് ഇങ്ങനെ ക്ഷമിക്കുന്നു, സഹിക്കുന്നു. ഇനി എനിക്കിത് പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊക്കെ ഇന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഞാൻ ഇവിടെ നമ്മുടെ വീടിനടുത്തുള്ളൊരു CSI ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അവർ പറയുകയാണ്, നമ്മുടെ പാരമ്പര്യമായിട്ട് CSI ചർച്ചാണ്. എൻ്റെ മുൻ തലമുറകളും എല്ലാം. പേരൊന്നും ഞാൻ പറയണില്ല CSI ചർച്ചിൻ്റെ. അപ്പോൾ രണ്ടാമത് ഞാൻ കല്യാണം കഴിഞ്ഞതുകൊണ്ട് അവർ പറയുകയാണ് എന്നെ അസോസിയേറ്റഡ് മെമ്പറായിട്ടേ നിർത്താൻ പറ്റുള്ളൂ. അതെന്തിനു വേണ്ടിയാണ് അസോസിയേറ്റഡ് മെമ്പർ? അതെന്തിനു വേണ്ടിയാണ്? ഇല്ലെങ്കിൽ ഫുൾ പേരും അങ്ങ് വെട്ടിക്കളയുക. അസോസിയേറ്റഡ് മെമ്പർ എന്ന് പറയുമ്പോൾ താൽക്കാലികമായ അംഗത്വം. നമ്മൾ പാരമ്പര്യമായിട്ട് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി ഇങ്ങനെ അസോസിയേറ്റഡ് മെമ്പർ ആക്കുന്നത്? ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ? ഈ അസോസിയേറ്റഡ് മെമ്പർ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പള്ളിയിലായാലും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കമ്മിറ്റി അയൽക്കൂട്ടം അങ്ങനെയുള്ള കാര്യങ്ങളിലായാലും എൻ്റെ ആദ്യത്തെ ഫാമിലി പ്രോബ്ലം അവർ ഒരുപാട് ആഘോഷിച്ചു. ഒത്തിരി അവർ ആഘോഷിച്ചു. അതെന്തിനു വേണ്ടി? അവർക്ക് എന്ത് നേടാൻ പറ്റി? ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എനിക്ക് ഒരുപാട് പേരെ അറിയാം. എൻ്റെ ആദ്യത്തെ ഒരു ഫാമിലി പ്രോബ്ലം ആഘോഷിച്ചത് ആരൊക്കെയാണെന്നൊക്കെ എനിക്കറിയാം. വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ ആരുടെയും പേര് ഞാൻ പറയണില്ല. എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നത്? അവർ എനിക്ക് വേണ്ടി ഒരു കമ്മിറ്റി വരെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഫാമിലി പ്രോബ്ലത്തിൽ. എന്തിനു വേണ്ടി വെറുതെ? അവരവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ചെയ്യാൻ പോരെ? മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്തിനാണ് വെറുതെ ഈ കുത്തിത്തിരിപ്പുകളുണ്ടാക്കിയും പ്രശ്നങ്ങളുണ്ടാക്കിയും കടന്നു പോകണത്? അവരവരുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ അവരവർ നോക്കാം. എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ള കാര്യം എനിക്ക് നോക്കാൻ അറിയാം. ഞാൻ നല്ല രീതിയിലാണ് ഞാൻ ഇപ്പോഴും പോണത്. എനിക്കത് പൂർണ്ണ വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. എൻ്റെ വൈഫും അതിനുള്ള സപ്പോർട്ടാണ്. പക്ഷേ ചിലർ അതിനു വേണ്ടി അത് അങ്ങനെയല്ല, ഇങ്ങനെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത് അത് ശരിയല്ല. ഞാൻ പറഞ്ഞു വന്നത് പിന്നെ പള്ളിയുടെ കാര്യം. ഇങ്ങനെ രണ്ടാമത് കല്യാണം കഴിഞ്ഞത് ബൈബിളിൽ വ്യവസ്ഥയല്ല. അതുകൊണ്ട് നിങ്ങളെ ഒരു അസോസിയേറ്റ് മെമ്പറായിട്ടാണ് ഇനി നിർത്താൻ പോണത്. ഞാൻ പറഞ്ഞ് അങ്ങനെ വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, ഫുൾ പേരങ്ങ് വെട്ടിക്കളയുക, ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും അങ്ങനെ പള്ളിയിൽ പോകുന്നില്ല. ഞാൻ ഇതൊക്കെ ചിന്തിക്കാൻ എന്തിനു വേണ്ടി പള്ളിയിൽ പോകണത്? ചുമ്മാ ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട് പള്ളിയിൽ. എപ്പോഴും ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്ഥിരമായിട്ട് ഞാൻ വന്നുകൊണ്ടിരുന്നപ്പോഴല്ലേ എൻ്റെ പേര് വെട്ടിക്കളഞ്ഞ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് പേര് ഒന്ന് ശരിയാക്കി തന്നാൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ട് ഞാൻ ശരിയാക്കണ്ട, ഞാൻ വന്നാൽ ശരിയാക്കി തരാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ പറയണത്,
നിങ്ങൾ ഞാൻ വന്നിട്ട് ശരിയാക്കണ്ട. എന്തായാലും ഞാൻ വന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളെൻ്റെ പേര് മാറ്റി. അതുകൊണ്ട് നിങ്ങളെൻ്റെ പേര് ശരിയാക്കി തന്നാൽ ഞാൻ വരാം. അല്ലാതെ എന്തായാലും ഞാൻ ചത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് അങ്ങ് അടക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അതങ്ങനെ ദൈവം എന്നെ നടത്തും. ഞാൻ വീട്ടിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായിട്ട്. ഇന്ന് വരെ എന്നെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ദൈവത്തോട് നല്ല വിശ്വാസമാണ്. ഇന്ന് വരെ എൻ്റെ ദൈവം ഒരു മുട്ടില്ലാതെയും ഒരു കുഴപ്പമില്ലാതെയും എന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിലൊന്നും ഒരു കാര്യമല്ല. ഈ അസോസിയേറ്റഡ് മെമ്പർ എന്ന് പറഞ്ഞ അച്ഛൻ ഇപ്പോൾ 2ാമത് കല്യാണം കഴിഞ്ഞു. പേരൊന്നും ഞാൻ പറയണില്ല. അത് ഇതിൽ എൻ്റെ ഫേസ്ബുക്കിൽ പള്ളിയിലുള്ള ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ആയത് അച്ഛനാണെന്നും എന്താണെന്നും കാര്യങ്ങളൊക്കെ ആണെന്നും മനസ്സിലാവും. പിന്നെ വേറെ 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുൻപ് എനിക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. അതായത് എൻ്റെ ആദ്യത്തെ വൈഫിന് ഈ വീട്ടിൻ്റെ പ്രമാണം വെച്ചാണ് പൈസയൊക്കെ സെറ്റിൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ കടം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ മാസം തോറും ലോൺ അടയ്ക്കാൻ വേണ്ടി കുറച്ച് പൈസ മാറ്റി വയ്ക്കും. ആ മാറ്റി വയ്ക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് കടം ചോദിച്ചാൽ ഞാൻ എടുത്ത് കൊടുക്കും ആ പൈസയിൽ നിന്ന്. പക്ഷെ അവർ തിരിച്ചു തരും. എൻ്റെ ബന്ധുവായ ഒരാളുണ്ട്, അത് പേര് അതും ഞാൻ പറയുന്നില്ല. ആ പുള്ളി ഇപ്പം നല്ല ലെവലാണ്. അങ്ങനെ തന്നെ ഇരിക്കണം. അങ്ങനെ തന്നെ ഇരിക്കണം. അതുപോലെ നല്ല ലെവലായിട്ട് തന്നെ പോകണം, നല്ലതായിട്ട് ഇരിക്കണം. ഒരിക്കലും തകരരുത്. അവരുടെ കുടുംബമായാലും അവരുടെ സാമ്പത്തിക സ്ഥിതിയായാലും എന്തായാലും അത് ഒരിക്കലും തകരരുത്. പക്ഷേ ഇപ്പോൾ ആ പുള്ളിക്കാരൻ എന്നെ മറന്നു. അത് കുഴപ്പമില്ല. അതെനിക്ക് ഒരു കുഴപ്പവുമില്ല. അത് നല്ലതായിട്ട് തന്നെ അവരുടെ കുടുംബം നന്നായിട്ട് പോകണം. ഒരിക്കലും തകരരുത്. നല്ലതായിട്ട് ഞാൻ അവർക്ക് വേണ്ടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവർ നന്നായിട്ട് പോകണം. എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ആ പയ്യൻ. അവനെ എൻ്റെ ജോലി ഡ്രൈവറായിരുന്നു മുമ്പ്. ഇപ്പോഴും ഡ്രൈവർ തന്നെയാണ്. മുമ്പ് ഞാൻ ലോങ് ട്രിപ്പായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ കൂടെ ചോദിക്കും, പ്രകാശണ്ണ എന്നെ ഒന്നും കൊണ്ട് പോകും ജോലിക്ക്? ഓ ശരി വന്നോ. എനിക്ക് കിട്ടുന്നതിൻ്റെ പകുതി ശമ്പളം ഞാൻ അവന് കൊടുക്കും. അങ്ങനെ അവന് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അവൻ എന്നെ ഇപ്പോൾ മറന്നു. എനിക്ക് ഒരു വിഷമവുമില്ല അവനോട്, ഒരു പരിഭവവും ഇല്ല അവനോട്. പക്ഷെ അവനൊക്കെ നല്ലതായിട്ട് ഇരിക്കുക, നന്നായിട്ട് ജീവിച്ച് പോവുക. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അവന്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇനി എനിക്ക് വേറെ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരും ദയവ് ചെയ്ത് മാക്സിമം അവരവരുടെ കുടുംബങ്ങളെപ്പറ്റി നോക്കിയിട്ട് മാത്രം കുത്തിത്തിരിപ്പുണ്ടാക്കുക. അപ്പോൾ പിന്നെ ഈ മാക്സിമം കുത്തിത്തിരിപ്പുണ്ടാക്കാതെ ഇരിക്കുക. എന്തിനു വേണ്ടി? അവർക്കെന്താണ് വിജയം ഉണ്ടാകുന്നത്? അതിൽ നിന്ന് എന്താണ് നേടാൻ പറ്റുന്നത്? ഒന്നും നേടാനില്ല. ഈ കള്ളത്തനങ്ങളും പറഞ്ഞു കൊടുത്തും ഈ മറ്റുള്ള കുടുംബം തകരുമ്പോൾ ആഘോഷിച്ചും നടക്കുന്നത് എന്തിനു വേണ്ടി? എന്ത് കിട്ടുന്നു അതിൽ നിന്ന്? എന്ത് നേടുന്നു? ഒന്നും നേടാനില്ല. ഒന്നുമേ നേടാനില്ല. പലരും ഇപ്പോൾ സമൂഹത്തിൽ ഞാൻ നോക്കുമ്പോൾ പലരും പല രീതിയിലുള്ള അസുഖങ്ങളാലും എന്തെല്ലാം ബാധിച്ച് ജീവിക്കുന്നു. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ഈ കള്ളത്തനങ്ങളും പറഞ്ഞു കൊടുക്കണതൊക്കെ എന്തിനു വേണ്ടി? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബന്ധങ്ങളോ അല്ലെങ്കിൽ വേറെ ഭാര്യയും മക്കളോ അങ്ങനെയൊന്നുമില്ല.